ഹായ് ഓൾ വെൽക്കം ടു ടോസ് അക്കാഡമി. ബി.എഡ് കഴിഞ്ഞ് സെറ്റ് ക്വാളിഫൈഡ് ആയ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് HSST എക്സാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ PSCയുടെ HSST എക്സാം നോട്ടിഫിക്കേഷൻ നെക്സ്റ്റ് ഇയർ തന്നെ ഉണ്ടാകും. നോട്ടിഫിക്കേഷൻ റിലീസായ ഒരു 8 അല്ലെങ്കിൽ 10 മാസത്തിനുള്ളിൽ തന്നെ എക്സാമും ഉണ്ടാകും. HSST പോലൊരു എക്സാമിന് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. നല്ലതുപോലെ പ്രിപ്പറേഷൻസ് വേണ്ട ഒരു എക്സാം ആണ് HSST എന്നുള്ളത്. സോ നിങ്ങൾ HSST എക്സാമിന് എലിജിബിൾ ആണെങ്കിൽ ലേറ്റ് ആകാണ്ട് തന്നെ HSST എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ടോസ് അക്കാഡമിയിൽ എല്ലാ സബ്ജക്ട്സിനും HSST കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോച്ചിങ് ഡീറ്റെയിൽസിനായിട്ട് ടോസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. HSST ബോട്ടണി സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ് ബോട്ടണി എക്സാം പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല HSST എന്നുള്ളത്. കമ്പാരിറ്റീവ്ലി ഒരു ഈസി എക്സാം തന്നെയാണ്. റാൻഡം ആയിട്ട് ആ സിലബസ് ഒന്ന് നോക്കിയാൽ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. PG ലെവൽ എക്സാം ആയതുകൊണ്ടിട്ട് PG കൈൻഡ് ഓഫ് സിലബസ് ആണ്. നമ്മുടെ സെറ്റ് ബോട്ടണി സിലബസ് പോലെ തന്നെയാണ്. എങ്കിലും ബേസിക് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും എക്സാമിന് വരാറുള്ളൂ. ടു ബി സ്പെസിഫിക്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് കോമൺ. എനിവേ, നമ്മുടെ HSST സിലബസിൽ നമുക്ക് ബോട്ടണി മാത്രമല്ല റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ സിലബസിന്റെ ബോട്ടണി പാർട്ടിന്റെ ഒരു ഓവറോൾ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. HSST ബോട്ടണി എക്സാം പ്രീവിയസ് HSST ബോട്ടണി എക്സാം നടന്നത് 2022 ഈ എക്സാമിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 737/2021 ആണ്. അതായത് 2021 ഡിസംബർ ലാസ്റ്റോട് കൂടിയാണ് HSST ബോട്ടണിയുടെ നോട്ടിഫിക്കേഷൻ കേരള PSC റിലീസ് ചെയ്തത്. ഫെബ്രുവരി വരെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും ഉണ്ടായിരുന്നു. HSST ബോട്ടണി എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രീവിയസ് HSST ബോട്ടണി എക്സാം നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് 4/8/2022 ആണ്. ഈ പ്രീവിയസ് HSST ബോട്ടണി എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 30.67 ആണ്. അതായത് 30.67 അല്ലെങ്കിൽ 30.67 കൂടുതൽ മാർക്ക് ഉള്ളവര് മെയിൻ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവരാണ്. 30.67 കഴിഞ്ഞു വന്നവര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഇൻക്ലൂഡഡ് ആയിരുന്നു. HSST ബോട്ടണി എക്സാം എന്ന് പറയുന്നത് ഓവറോൾ മാർക്ക് 100 മാർക്കിലാണ് എക്സാം നടത്തുന്നത്. സബ്ജക്റ്റ് ആയ ബോട്ടണി 70 മാർക്കും ജനറൽ പാർട്ട് 30 മാർക്കുമാണ്. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷിലാണ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. HSST ബോട്ടണി സിലബസിന്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു HSST ബോട്ടണി സിലബസിന്റെ സബ്ജക്ട് പാർട്ടായ ബോട്ടണി എന്ന് പറയുന്നത് 70 മാർക്കാണ് ബോട്ടണിയിൽ നിന്ന് ചോദിക്കുന്നത്. അതുപോലെ ജനറൽ ഏരിയയിൽ നിന്നും 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ ബോട്ടണി ഏരിയ എടുത്തു കഴിഞ്ഞാൽ, അതായത് സിലബസിന്റെ ബോട്ടണി പാർട്ട് എടുത്തു കഴിഞ്ഞാൽ 7 മോഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ മോഡ്യൂൾസിൽ ഡിഫറെന്റ് യൂണിറ്റ്സും ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ആ മോഡ്യൂളിൽ വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മോഡ്യൂൾ 1 എന്ന് പറയുന്നത് അവിടെ ഫൈക്കോളജി, മൈക്കോളജി, പ്ലാന്റ് പാത്തോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ്, മൈക്രോബയോളജി ആൻഡ് പാലിയോബോട്ടണി ആണ് ഉള്ളത്. അതാണ് ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മോഡ്യൂൾ 1. ആൻഡ് മോഡ്യൂൾ 1 എല്ലാ യൂണിറ്റ്സും കൂടെ കമ്പൈൻ ചെയ്ത 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മോഡ്യൂൾ 1 നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മോഡ്യൂൾ 2 എടുത്താൽ ആൻജിയോസ്പേം അനാറ്റമി, മൈക്രോടെക്നിക്, എംബ്രിയോളജി അതായത് റീപ്രൊഡക്റ്റീവ് ബോട്ടണി, പാലിനോളജി, പിന്നെ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് എവല്യൂഷൻ അവിടെ നിന്നും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മോഡ്യൂൾ 3 പ്ലാന്റ് ടാക്സോണമി, മോർഫോളജി, എക്കണോമിക് ബോട്ടണി, ഫൈറ്റോജിയോഗ്രഫി, ഫോറസ്റ്റ് ബോട്ടണി ആൻഡ് എൻവയോൺമെന്റൽ ബയോളജി അതായത് എക്കോളജി 10 മാർക്കാണ് മോഡ്യൂൾ 3 നിന്നും വരുന്നത്. മോഡ്യൂൾ 4 എടുത്താൽ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി ആൻഡ് ജെനറ്റിക്സ് ആണ് 10 മാർക്കുണ്ട്. പിന്നെ മോഡ്യൂൾ 5 പ്ലാന്റ് ഫിസിയോളജി, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മോഡ്യൂൾ 5 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി മോഡ്യൂൾ 6 എടുത്താൽ പ്ലാന്റ് ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് മോഡ്യൂൾ 6 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യൂണിറ്റ്. മോഡ്യൂൾ 6 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ ബോട്ടണി പാർട്ടിലെ ലാസ്റ്റ് മോഡ്യൂൾ 7 ആണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബോട്ടണി. അതായത് ബോട്ടണിയിൽ വന്ന റീസെന്റ് ആയിട്ടുള്ള ഇൻവെൻഷൻസ്, ഡിസ്കവറി, ഡെവലപ്മെന്റ്സ് ഒക്കെയാണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബോട്ടണിയിൽ വരുന്നത്. 10 മാർക്ക് ഈ ഏരിയയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ്
ഇതല്ലാതെ നമുക്ക് ജനറൽ പാർട്ടിൽ നിന്നും റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. 30 മാർക്കിനാണ് ഈ ഏരിയയിൽ നിന്നും ജനറൽ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ് ഈച്ച് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. തെറ്റുത്തരമാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.33 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബോട്ടണി പാർട്ടിൽ വരുന്ന എല്ലാ മോഡ്യൂളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ഓരോ മോഡ്യൂളിൽ വരുന്ന ഓരോ യൂണിറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തത് മോഡ്യൂൾ 1 ആണ്. മോഡ്യൂൾ 1ൽ വരുന്ന ആദ്യത്തെ യൂണിറ്റ് ആണ് ഫൈക്കോളജി. ഫൈക്കോളജിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ, ഫ്രിഡ്ജ് ആൻഡ് സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതുപോലെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നതല്ല, പക്ഷെ അതിന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ ഇമ്പോർട്ടന്റ് ആണ്. താലസ് സ്ട്രക്ചർ ഓഫ് ആൽഗെ, വെജിറ്റേഷൻ, അതുപോലെ തന്നെ സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ആൽഗെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പാറ്റേൺ ഓഫ് ലൈഫ് സൈക്കിൾ, അതിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് ക്ലാസ്സസ്, ഡിഫറെന്റ് ആൽഗൽ ക്ലാസ്സസിൽ വരുന്ന അവരുടെ ലൈഫ് സൈക്കിളും അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സും ആണ്. അപ്പൊ സയനോഫൈറ്റ, ക്ലോറോഫൈറ്റ, സാന്തോഫൈറ്റ, ബാസിലേറിയോഫൈറ്റ, ഫിയോഫൈറ്റ ആൻഡ് റോഡോഫൈറ്റ ആണ് നമ്മുടെ ആൽഗൽ ക്ലാസ്സുകൾ. ഈ ആൽഗൽ ക്ലാസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്, അതായത് അവരുടെ പിഗ്മെന്റ്, റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ, അങ്ങനത്തെ ജനറൽ ഫീച്ചേഴ്സും ലൈഫ് സൈക്കിളും ഇമ്പോർട്ടന്റ് ആണ്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസും വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. അതിൽ ബയോ ഫെർട്ടിലൈസർ, ഫുഡ് ഇൻഡസ്ട്രി, അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിസിനൽ ഇമ്പോർട്ടൻസ് ആൻഡ് ആൽഗൽ ബ്ലൂം ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മൈക്കോളജി ആണ്. മൈക്കോളജി നമ്മുടെ ഫഞ്ചൈ ആണ് മൈക്കോളജിയിൽ വരുന്നത്. അപ്പൊ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചൈയിൽ ഇലെക്സോപോളിസ് ആൻഡ് മിംസ് ക്ലാസിഫിക്കേഷൻ, എയിൻസ്വർത്ത് ആൻഡ് ബിസ്ബീസ് ക്ലാസിഫിക്കേഷനും ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫഞ്ചൈ ആണ് കൂടുതലും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. താലസ് സ്ട്രക്ചർ, സെൽ വാൾ സ്ട്രക്ചർ, ഹെട്രോതാലിസം, പാരസെക്ഷുവാലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഫഞ്ചൈ. ഇനി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഫംഗൽ ക്ലാസ്സസ്, മിക്സോമൈക്കോട്ട, മാസ്റ്റിഗോമൈക്കോട്ട, സൈഗോമൈക്കോട്ട, ആസ്കോമൈക്കോട്ട, ബസിഡിയോമൈക്കോട്ട ആൻഡ് ഡ്യൂറ്ററോമൈക്കോട്ട. ബേസിക്കലി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ഓരോ ക്ലാസ്സുകളെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്നത് ഫംഗൽ അസോസിയേഷൻ ആണ്, സിംബയോസിസ്. അതിൽ നമുക്ക് മൈക്കോറൈസയും ലൈക്കൻസും വരുന്നുണ്ട്, ഈവൻ എൻഡോഫൈറ്റും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാപ്രോഫൈറ്റിസം ഇസ് ഓൾസോ ഇൻക്ലൂഡഡ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫഞ്ചൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ മെഡിസിനൽ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആൻഡ് മെഡിസിനൽ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പെസ്റ്റിസൈഡ്സ് ആൻഡ് വേസ്റ്റ് ഡീഗ്രഡേഷൻ, ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ, ഡീഗ്രഡേഷൻ ഓഫ് ലിഗ്നിൻ, അതുപോലെ ഫംഗൽ ടോക്സിൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. പല ഡിസീസസും ഫംഗസ് കാരണം ഉണ്ടാവുന്നുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. മോഡ്യൂൾ 1ന്റെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് പ്ലാന്റ് പാത്തോളജി ആണ്. പ്ലാന്റ് പാത്തോളജിയിൽ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഏജന്റ്സ്, ഡിസീസ് കോസ് ചെയ്യുന്ന ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഏജന്റ്സ്, വേരിയസ് സിംറ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്, അതുപോലെ തന്നെ പ്രോസസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ്. അപ്പോൾ എൻസൈംസ് ഉണ്ട്, ടോക്സിൻസ് ഉണ്ട്, സ്ട്രക്ചറൽ ബാരിയേഴ്സ് ഉണ്ട്, ബയോകെമിക്കൽ ഡിഫൻസ് സിസ്റ്റം പ്ലാന്റ്സിൽ പ്രസന്റ് ആണ്, അതൊക്കെ നോക്കണം. പിന്നെ പ്ലാന്റ് ഡിസീസ് മാനേജ്മെന്റ്, ഡിസീസ് കൺട്രോളിംഗ് മെക്കാനിസംസ് ആണ്. നമുക്ക് കെമിക്കൽ ഡിസീസ് മാനേജ്മെന്റ് ഉണ്ട്, ബയോളജിക്കൽ മെത്തേഡ് ഉണ്ട്, ക്വാറന്റൈൻ മെഷേഴ്സും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ട് 3 ഇയറിലെ HSST എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമൺ ഡിസീസസ് ഓഫ് ക്രോപ്സ് ഇൻ കേരള. അപ്പം ഡിസീസ് തന്നിട്ട് ഏതാണ് അതിന്റെ പാത്തജൻ എന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ പാത്തജൻ തന്നിട്ട് ഏതാണ് ഡിസീസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ കോമൺ ഡിസീസസ് ഓഫ് ക്രോപ്സ് ഇൻ കേരള വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ ക്രോപ്പുകളും പഠിക്കുക, ആ ക്രോപ്പുകളുടെ ഡിസീസസ് ഏതാണ്, അതിന്റെ പാത്തജൻ ഏതാണ്, സിംറ്റം ഏതാണ്, കൺട്രോളിംഗ് മെഷർ ഏതാണെന്ന് നോക്കി പോകുക. ഇനി ബയോളജി ആണ് അടുത്ത ഏരിയ. ബയോളജിയിൽ ജനറൽ അക്കൗണ്ട് ഇൻ മോർഫോളജി, അനാറ്റമി ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് വേരിയസ്
ബ്രയോഫൈറ്റ് ഗ്രൂപ്പ്സ് ഹെപ്പാറ്റിക്കോപ്സിഡ, ആന്തസെറോട്ടോപ്സിഡ ആൻഡ് ബ്രയോപ്സിഡ. ഈ ഗ്രൂപ്പുകളിൽ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇവരുടെ കോമൺ നെയിമും ബൈനോമിയൽ നെയിം, ഓരോ കാറ്റഗറിയിൽ വരുന്ന കോമൺ നെയിം ആൻഡ് ബൈനോമിയൽ നെയിം നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ origin and evolution, economic importance of bryophytes as indicator of pollution, horticulture and medicine also included ആണ്. Teratology എടുത്തു കഴിഞ്ഞാൽ teratologyയിൽ general account on morphology, anatomy and life cycle of the following group: Psilopsida, Psilotopsida, Lycopsida, Sphenopsida and Pteropsida. അതുപോലെ തന്നെ heterospory, seed habitat, stellar evolution വളരെ important ആണ്. പിന്നെ ഉള്ളത് economic importance of pteridophyte as biofertilizer, horticulture, medicine, ecological indicators, pteridophytes as weeds and in food industries. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് സ്റ്റീലാർ റെവല്യൂഷൻ ആണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സ്റ്റീൽ ആണ്. അപ്പം നമുക്ക് ആക്ടിനോ സ്റ്റീലോ അല്ലെങ്കിൽ പോളി സ്റ്റീലോ അല്ലെങ്കിൽ സൈഫണോ സ്റ്റീൽ, ഡിക്റ്റിയോ സ്റ്റീൽ, ഏതെങ്കിലും സ്റ്റീൽ തന്നിട്ട് അതിന്റെ എക്സാമ്പിൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അപ്പം സ്റ്റീലാർ റെവല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും നോക്കി വെക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത യൂണിറ്റ് ചെക്ക് ചെയ്യാം. അടുത്ത യൂണിറ്റ് ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസിൽ നമുക്ക് general account on morphology, anatomy and life cycle of the following group: Psychedopsida, Coniferopsida and Neotopsida. അതുപോലെ തന്നെ economic importance വളരെ important ആണ്. പിന്നെ പാലിയോബോട്ടണി ആണ്. പാലിയോബോട്ടണിയിൽ ജിയോളജിക്കൽ ടൈം സ്കെയിൽ, അതിനോടൊപ്പം തന്നെ ടൈപ്സ് ഓഫ് ഫോസിലൈസേഷൻ ഉണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ഫോസിലൈസേഷനിൽ നമുക്ക് ഇംപ്രഷൻ, പെട്രിഫിക്കേഷൻ, അങ്ങനെ ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലും കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ഫോസിൽ ജിംനോസ്പേംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൈക്രോബയോളജി എടുത്തു കഴിഞ്ഞാൽ അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെൽ, മേജർ ഗ്രൂപ്പ്സ്, അതുപോലെ ന്യൂട്രീഷണൽ ടൈപ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. വൈറസ് എടുത്താൽ അൾട്രാ സ്ട്രക്ചർ ഓഫ് വൈറസ്, അതുപോലെ മേജർ വൈറൽ ഗ്രൂപ്പ്സ്, വൈറൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ന്യൂട്രീഷൻ ടൈപ്പും വൈറൽ റെപ്ലിക്കേഷൻ, അതായത് നൈറ്റിക് ആൻഡ് ലൈസോജനിക് ലൈഫ് സൈക്കിൾ ആണ് റെപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി ബ്രീഫ് അക്കൗണ്ട് ഓൺ വൈറോയിഡ്സ്, വൈറോൺസ്, മൈക്കോപ്ലാസ്മാസ്, ഇന്റർഫെറോൺസ്, ആക്ടിനോമൈസീഡ്സ് ആൻഡ് ബാക്ടീരിയോഫേജസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും ഈ പറയുന്ന മൈക്രോബയോളജി എന്ന യൂണിറ്റിൽ ഈ പറയുന്ന ബ്രീഫ് അക്കൗണ്ട് ഓൺ വൈറോയിഡ്സ്, വൈറോൺസ്, മൈക്കോപ്ലാസ്മ, ഇന്റർഫെറോൺസ്, ആക്ടിനോമൈസീസ്, ബാക്ടീരിയോഫേജസ്, ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മൈക്രോബ്സ്, അതിൽ മൈക്രോബ്സ് ഇൻ എക്കോളജി, ഫുഡ് ഇൻഡസ്ട്രി, മെഡിസിൻ, അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് അതർ ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയുമാണ്. ഇനി നമ്മൾ മോഡ്യൂൾ 2ലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. മോഡ്യൂൾ 2 എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആൻജിയോസ്പേം അനാറ്റമി ആണ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ്. അതിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, സെക്രീറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ടിഷ്യൂസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ടിഷ്യൂസ് ആണ് യൂണിറ്റ് 1ലെ ആദ്യത്തെ പാർട്ട് എന്നുള്ളത്. പിന്നെ ഉള്ളത് anatomy of stem, root and leaf, both primary and secondary structure in stem and root. Anomalous secondary thickening വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയുമാണ്. പിന്നെ ബ്രീഫ് അക്കൗണ്ട് ഓൺ നോഡൽ അനാറ്റമി, വുഡ് അനാറ്റമി ആൻഡ് ഫ്ലോറൽ അനാറ്റമി. ഇനി മൈക്രോ ടെക്നിക്, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മൈക്രോ ടെക്നിക് എന്ന് പറയുന്നത്. ഇവിടെ മൈക്രോസ്കോപ്പി ഉണ്ട്, മൈക്രോമെട്രി, ക്യാമറ ലൂസിഡ, ക്രയോസ്റ്റാറ്റ്, അതുപോലെ റോട്ടറി ആൻഡ് സ്ലെഡ്ജ്, മൈക്രോടോമും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് ഫിക്സിംഗ് ആണ്. കില്ലിംഗ് ആൻഡ് ഫിക്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്ന റിയേജൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കില്ലിംഗ് ആൻഡ് ഫിക്സിംഗ്, പിന്നെ റീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, എംബഡിങ്, സ്റ്റെയിൻസ്, ടൈപ്സ് ഓഫ് സ്റ്റെയിൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. മൗണ്ടിങ് മീഡിയാസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള റിയേജൻസ് യൂസ്ഡ് ഇൻ ഈച്ച് സ്റ്റെപ്പ് ആണ് കോമൺ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ബ്രീഫ് അക്കൗണ്ട് ഓൺ വൈറ്റൽ സ്റ്റെയിനിങ്, ഡബിൾ സ്റ്റെയിനിങ്, ഹോൾ മൗണ്ട് എന്താണ്, മാച്ചുറേഷൻ എന്താണ്, അതുപോലെ തന്നെ ഹിസ്റ്റോകെമിക്കൽ ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റിനാണെങ്കിൽ ബേസിക്കലി പാസ് ടെസ്റ്റ്, പ്രോട്ടീനിനാണെങ്കിൽ കൊമാസീവ് ബ്രില്യൻ ബ്ലൂ, അതുപോലെ ലിപ്പിഡിന് സുഡാൻ ബ്ലാക്ക് ബി, അങ്ങനെയൊക്കെ പല ടെസ്റ്റുകളുണ്ട്. അപ്പൊ അത് നമ്മുടെ ടിഷ്യൂസിൽ പ്രസന്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകളെ കുറിച്ചുള്ള ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി പോണം.
പിന്നെ അടുത്തത് റീപ്രൊഡക്റ്റീവ് ബോട്ടണി ആണ്. ഇവിടെ മൈക്രോസ്പോറോജെനസിസ് അതായത് മെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെന്റ്, മെഗാസ്പോറോജെനസിസ് അതായത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെന്റ് ആണ്, അതായത് എംബ്രിയോസാക് ഡെവലപ്മെന്റ്. പിന്നെ പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, എംബ്രിയോജനി ഇൻ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്, എൻഡോസ്പേം ടൈപ്പ്, പോളിഎംബ്രിയോണി, പാർത്തനോകാർപ്പി ആൻഡ് അപ്പോമിക്സിസ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഇനി മോഡ്യൂൾ 2 അടുത്ത യൂണിറ്റ് പാലിനോളജി ആണ്. പാലിനോളജിയിൽ നമുക്ക് പോളൻ വോളിന്റെ സ്ട്രക്ചർ, അൾട്രാ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, പോളൻ മോർഫോളജിയും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ NPC സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളൻ അപ്പർച്ചർ ഉണ്ട്. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ഡോക്ടർ PKK നായർ ടു പാലിനോളജി, പാലിനോളജി ഇൻ റിലേഷൻ ടു ടാക്സോണമി, എയറോപാലിനോളജി ആൻഡ് മെലിറ്റോപാലിനോളജി ആൻഡ് പോളൻ അലർജിയും ഈ പറയുന്ന യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കോമൺ ആയിട്ടും നമുക്ക് പോളൻ വോൾ ആൻഡ് പോളൻ മോർഫോളജി ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മെലിറ്റോപാലിനോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ അല്ല. ഇനി എവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഒറിജിൻ ഓഫ് ലൈഫ്, തിയറീസ് ഓഫ് എവല്യൂഷൻ ഉണ്ട്, ക്ലാസിക് ആൻഡ് മോഡേൺ തിയറി, സ്പീസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീസിയേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി പ്ലാന്റ് ബ്രീഡിംഗ് ആണ് അടുത്തത്. പ്ലാന്റ് ബ്രീഡിംഗിൽ മെത്തേഡ് ഇൻ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ആൻഡ് അച്ചീവ്മെന്റ്, അതായത് പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ, സെലക്ഷൻ, മ്യൂട്ടേഷൻ ബ്രീഡിംഗ്, പോളിപ്ലോയിഡി ബ്രീഡിംഗ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ. പിന്നെ കോൺസിക്വൻസസ് ഓഫ് ഇൻബ്രീഡിംഗ്, ഹെട്രോസിസ്, അതുപോലെ തന്നെ ഇൻകോമ്പാക്റ്റബിലിറ്റി, ബാക്ക്ക്രോസ് ബ്രീഡിംഗ്, റെസിസ്റ്റന്റ് ബ്രീഡിംഗ്, അതായത് ഡിസീസ് റെസിസ്റ്റൻസിനും സ്ട്രെസ് റെസിസ്റ്റൻസിനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രീഡിംഗ് ഉണ്ട്. പിന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസും ഉണ്ട്. ഇനി സീഡ് പ്രൊഡക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ, മേജർ സെന്റേഴ്സ് ഓഫ് crop production in India is also important. Plant breeders' right, national biodiversity policy. അത് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതിയാകും. മെത്തേഡ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, അതായത് നമുക്ക് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, അങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ മെത്തേഡ്സ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പല മെത്തേഡ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അതുകൊണ്ടിട്ട് ഈ മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നോക്കി പോണം കേട്ടോ. ഇത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ആൻജിയോസ്പേം ടാക്സോണമി ആണ്. ടാക്സോണമിയിൽ പ്ലാന്റ് നോമൻക്ലേച്ചർ, ടാക്സോണമിക് ഹൈറാർക്കി, ഫൈലോജനി ഓഫ് ആൻജിയോസ്പേംസ് ആൻഡ് ടാക്സോണമിക് കീ, ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ടു ആൻജിയോസ്പേം സിസ്റ്റമാറ്റിക്സ്, അനാറ്റമി ബേസ് ചെയ്തിട്ടുള്ള ആൻജിയോസ്പേം സിസ്റ്റമാറ്റിക്സ്, എംബ്രിയോളജി, മോർഫോളജി, സൈറ്റോളജി, പാലിനോളജി, കീമോകെമിസ്ട്രി, ന്യൂമറിക്കൽ ടാക്സോണമി ആൻഡ് മോളിക്കുലർ ടാക്സോണമി ആണ് ഈ പറയുന്ന ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ടു ആൻജിയോസ്പേം സിസ്റ്റമാറ്റിക്സ്. ഇതിൽ കീമോ ടാക്സോണമി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മോളിക്കുലർ ടാക്സോണമിയും കൂടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ന്യൂമറിക്കൽ ടാക്സോണമി റിലേറ്റഡ് ആയിട്ടുള്ള, ഫൈലോജനി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സ്റ്റഡി ഓഫ് ദ ഫോളോയിങ് ഫാമിലീസ്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. നമ്മുടെ സെറ്റ് സിലബസിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത കുറച്ചും കൂടി ഫാമിലീസ് നമ്മൾ ഈ HSST സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഫാമിലീസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ പഠിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഐദർ ഫാമിലി ക്യാരക്ടർ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ആൻജിയോസ്പേം മോർഫോളജി ആണ്. ആൻജിയോസ്പേം മോർഫോളജിയിൽ ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഷൂട്ട്, പിന്നെ ഫ്ലോറൽ വേൾഡ്സ് ആൻഡ് ദെയർ പാർട്സ്, പിന്നെ ഫ്രൂട്ട് ആൻഡ് സീഡ് മോർഫോളജി. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻഫ്ലോറസെൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലോറസെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. വെജിറ്റേറ്റീവ് മോർഫോളജി ആയ ലീഫ്, ഷൂട്ട്, റൂട്ട് ആൻഡ് സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എക്കണോമിക് ബോട്ടണി, അതിൽ സീരിയൽസ്, മില്ലറ്റ്സ്, പൾസസ്, വെജിറ്റബിൾസ്, സ്പൈസസ് ആൻഡ് ബീവറേജ് ക്രോപ്സ്, ടിമ്പർ, ഫൈബർ, ഷുഗർ ആൻഡ് ഓയിൽ yielding ക്രോപ്സ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. ഇതല്ലാതെ നമ്മുടെ ഫാമിലി ക്യാരക്ടർ ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ക്യാരക്ടർ പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഓരോ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും നോക്കി പോവുക. ഇൻ അഡീഷൻ ടു ദാറ്റ് എക്കണോമിക് ബോട്ടണിയിൽ കൊടുത്തിരിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇനി എത്തനോ ബോട്ടണിയും ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എത്തനോ ബോട്ടണി നമ്മൾ കേരളത്തിലെ എത്തനോ ബൊട്ടാനിക്കൽ സൊസൈറ്റീനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ ആസ് ഇറ്റ് ഇസ് എൻ എക്സാം
HSST എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബേസ്ഡ് എക്സാം ആയത് കൊണ്ടിട്ട് എത്തനോബോട്ടണി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എത്തനോബോട്ടണിയിൽ മെത്തേഡ്സ് ഓഫ് എത്തനോബോട്ടാനിക്കൽ സ്റ്റഡി, കോൺട്രിബ്യൂഷൻ ഓഫ് SK Jain ടു എത്തനോബോട്ടണി, കോമൺ പ്ലാന്റ്സ് ഓഫ് എത്തനോബോട്ടാനിക്കൽ ഇമ്പോർട്ടൻസ് ഇൻ കേരള, പിന്നെ സീക്രട്ട് ഗ്രൂപ്പ്സ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്. ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോയിൽ ടൈപ്പ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ, ഫൈറ്റോജിയോഗ്രഫിക് സോൺസ് ഇൻ ഇന്ത്യ, സോയിൽ, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ഓഫ് ഇന്ത്യ. ഇനി ഫോറസ്റ്റ് ബോട്ടണി ആണ് അടുത്ത യൂണിറ്റ്. മേജർ ആൻഡ് മൈനർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള, സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറസ്റ്റ് ഓൺ എൻവയോൺമെന്റ്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഇപ്പോൾ ധാരാളം നടക്കുന്നത് കൊണ്ടിട്ട് ഡിഫറെന്റ് എന്താ പറയുക പ്രോഗ്രാംസ് ഇൻ ഫോറസ്റ്റ് കൺസർവേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് മോഡ്യൂൾ 3 ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് ആദ്യത്തത്, അതായത് എൻവയോൺമെന്റൽ ബയോളജി, ഓർ വി ക്യാൻ സിംപ്ലി കോൾ ഇറ്റ് ആസ് എക്കോളജി. ഇവിടെ ഹാബിറ്ററ്റ് എക്കോളജി ഉണ്ട്, ടെറസ്ട്രിയൽ, ഫ്രഷ് വാട്ടർ, വെറ്റ്ലാൻഡ് ആൻഡ് മറൈൻ എക്കോളജി, പിന്നെ പോപ്പുലേഷൻ എക്കോളജിയിൽ കമ്മ്യൂണിറ്റി എക്കോളജി ആൻഡ് എക്കോളജിക്കൽ സക്സഷൻ. പിന്നെ അടുത്തത് എക്കോസിസ്റ്റം ആണ്. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം, ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോംസ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബയോംസ് നമുക്ക് ഈ പറയുന്ന ഹാബിറ്റാറ്റ് എക്കോളജിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. സ്പീഷീസ് ഇന്ററാക്ഷൻ, അതും വളരെ ഈസി ആയിട്ടും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കോമ്പറ്റീഷൻ, ഹെർബിവോറി, കാർണിവോറി, സിംബയോസിസ്, പ്രിഡേഷൻ ഒക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്തത് ബയോജിയോ കെമിക്കൽ സൈക്കിൾ ആണ്. അതിനോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷനും ഇൻക്ലൂഡഡ് ആണ്. എയർ, വാട്ടർ, നോയിസ് പൊല്യൂഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സിലബസിൽ. ഇനി ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയ ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ന്യൂക്ലിയർ ഹസാർഡ്സ്, അതുപോലെ തന്നെ നമുക്ക് എൽനിനോ ആൻഡ് ലാനിനോ ഉണ്ട്. പിന്നെ അടുത്തത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആണ്. അതിൽ നമുക്ക് ഡിഫറെന്റ് ട്രീറ്റീസ് ആൻഡ് വേരിയസ് അതർ പ്രോഗ്രാംസ് ഓൺ എൻവയോൺമെന്റൽ അസസ്മെന്റ് ഉണ്ട്. അതിൽ യുനെപ്, IUCN, മാപ്പ്, എർത്ത് സബ്മിറ്റ്, CBD, അതുപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് എൻവയോൺമെന്റൽ സബ്മിറ്റ്സ് പ്രസന്റ് ആണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന രീതിയിൽ, എൻവയോൺമെന്റ് എന്ന രീതിയിലും. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയുമാണ്. അടുത്തത് മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 4 എന്ന് പറയുന്നത് സെൽ ആൻഡ് മോളിക്യുലർ ബയോളജി ആൻഡ് ജെനറ്റിക്സ് ആണ്. സെൽ ആൻഡ് മോളിക്യുലർ ബയോളജി, ജെനറ്റിക്സ് വളരെ ചെറിയൊരു ടൈറ്റിലാണ് ഈ മോഡ്യൂൾ 4 എന്നുള്ളത്. പക്ഷേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കാണ് ഈ പറയുന്ന സെൽ, മോളിക്യുലർ ബയോളജി ആൻഡ് ജെനറ്റിക്സിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പം ചെറിയ യൂണിറ്റ് ആണെങ്കിലും 10 മാർക്കാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, ഈ യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സെൽ ആൻഡ് മോളിക്യുലർ ബയോളജി ആണ് ആദ്യത്തെ യൂണിറ്റ്. ബ്രീഫ് അക്കൗണ്ട് ഓൺ സ്ട്രക്ചർ, ഫംഗ്ഷൻ ഓഫ് സെൽ ആൻഡ് സെൽ ഓർഗനൽസ്. അതിൽ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽ ആസ് വെൽ ആസ് അതിന്റെ സെൽ ഓർഗനൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ സൈറ്റോസ്കെൽറ്റൻ ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഇനി ഒറിജിൻ, അൾട്രാസ്ട്രക്ചർ, ഫംഗ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ ഓർഗനൽ. അപ്പം സെൽ മെംബ്രെയിന്റെ നമ്മുടെ ലിപ്പിഡ് ബൈലെയറിന്റെ സ്ട്രക്ചറും അതുപോലെ ഫംഗ്ഷനും ആണ്. പിന്നെ സെൽ ഓർഗനൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് ഫസ്റ്റ് പാർട്ടിലും കൊടുത്തിരിക്കുന്നത്. ബോത്ത് ആർ ദ സെയിം. അപ്പൊ നമ്മൾ നാച്ചുറലി രണ്ടും കൂടെ അങ്ങ് ഈക്വലി കവേർഡ് ആയി പോകും. പിന്നെ കെമിസ്ട്രി ഓഫ് ക്രോമസോം ആണ് അടുത്തത്. അതും ഇമ്പോർട്ടന്റ് ആണ്. DNA, സ്ട്രക്ചർ ആൻഡ് കെമിസ്ട്രി, RNA, സ്ട്രക്ചർ ആൻഡ് കെമിസ്ട്രി, കൈനറ്റോകോർ, നോർ റീജിയൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോലാർ ഓർഗനൈസർ റീജിയൻ ആണ്. അത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയും. ആൻഡ് അതർ കൺസ്ട്രക്ഷൻസ് ഓഫ് ക്രോമസോമും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ന്യൂമറിക്കൽ ആൻഡ് സ്ട്രക്ചറൽ വേരിയേഷൻ ഓഫ് ക്രോമസോം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സ്ട്രക്ചറൽ വേരിയേഷനും വരാം, ന്യൂമറിക്കൽ വേരിയേഷനും വരാം. ഇറ്റ് ക്യാൻ ബി കോസിങ് ഡിഫറെന്റ് സിൻഡ്രോംസ് ആൻഡ് സിംറ്റംസ് ഇൻ ഹ്യൂമൻ. പിന്നെ പ്ലാന്റ്സിലാണെങ്കിലും നമ്മൾ പല എക്കണോമിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന വേരിയേഷൻസ് ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം ന്യൂമറിക്കൽ ആൻഡ് സ്ട്രക്ചറൽ വേരിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിൽ നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ്, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോർമേഷൻ, തിയറീസ് ഇൻ സെൽ ഡിവിഷൻ, മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ ആൻഡ് അതിൽ നമുക്ക്
മോളിക്കുലാർ മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവറും സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ മൈറ്റോസിസ് മിയോസിസിന്റെ എല്ലാ സ്റ്റേജസും നമ്മൾ നോക്കേണ്ടി വരും. ഇനി സെൽ ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെക്കാനിസം ഓഫ് സെൽ ഡിഫറൻസിയേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ പ്രൊകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് DNA റെപ്ലിക്കേഷൻ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ വരുന്ന പല എൻസൈംസ് ആൻഡ് പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നോക്കി പോണം. പിന്നെ മോളിക്കുലാർ നേച്ചർ ഓഫ് ജീൻസ്, പിന്നെ മോളിക്കുലാർ ടൂൾ ഫോർ സ്റ്റഡിയിങ് ജീൻസ് ആൻഡ് ജീൻ ആക്ടിവിറ്റീസ്, അത് പല മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ടെക്നിക് ഓഫ് DNA അനാലിസിസ്, അതിൽ നമ്മുടെ കുറച്ചും കൂടി അപ്ലൈഡ് ലെവലിലേക്ക് വരുവാണേ. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് DNA ആൻഡ് RNA പ്രോബ്സ്, അതിൽ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, ലൈക്ക് സദൺ ബ്ലോട്ടിംഗ്, അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെയാണ്. പിന്നെ ഓട്ടോ റേഡിയോഗ്രഫി വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് പ്രോബ്സ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെ DNA ഫിംഗർ പ്രിന്റിംഗ്, പിന്നെ DNA സീക്വൻസിങ്, കെമിക്കൽ സിന്തസിസ് ഓഫ് ന്യൂക്ലിയോടൈഡും ഈ മോഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് PCR ആണ്. PCR വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഫിഷ് അനാലിസിസ്, ഫ്ലൂറസെന്റ് ഇൻസിറ്റ്യൂ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. PCR പല ടൈപ്പ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് PCR ഇൻക്ലൂഡഡ് ആയിരിക്കും. അടുത്തത് ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സിൽ നമുക്ക് മെൻഡേലിയൻ ജെനറ്റിക്സ്, അതുപോലെ ജീൻ ഇന്ററാക്ഷൻ, അതിൽ നമുക്ക് എക്സ്റ്റൻഷൻ ഓഫ് മെൻഡേലിസം കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. എക്സ്റ്റൻഷൻ ഓഫ് മെൻഡേലിസം. പിന്നെ ഉള്ളത് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ ആണ്, ആൻഡ് ജീൻ മാപ്പിംഗ്. അത് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ ബേസ് ചെയ്തിട്ടാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെ പോളിജീനിക് ഇൻഹെറിറ്റൻസ്, എക്സ്ട്രാ ക്രോമോസോമൽ ഇൻഹെറിറ്റൻസ്, അത് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ആണ്. ഇനി അടുത്തത് മൈക്രോബിയൽ ജെനറ്റിക്സ് ആണ്. അതിൽ ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേഷൻ ഇൻ ബാക്ടീരിയ, ലൈറ്റിക് ആൻഡ് ലൈസോജനിക് ലൈഫ് സൈക്കിൾ ഇൻ വൈറസ്. ഇത് നമ്മൾ ഓൾറെഡി മോഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തതാണ്. മോഡ്യൂൾ 1 കവർ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് കവറായി പോകും, അല്ലെങ്കിൽ നമുക്ക് മോഡ്യൂൾ 4 തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം. സെയിം ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിൽ DNA ആൻഡ് RNA സ്ട്രക്ചർ, ഫംഗ്ഷൻ ആൻഡ് റെപ്ലിക്കേഷൻ. കുറച്ചു നേരം മുമ്പ് നമ്മൾ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയിലും DNA റെപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞതാണ്. സെയിം തന്നെ ഈ പറയുന്ന ജെനറ്റിക് മോഡ്യൂളിലും അത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഉള്ളത് മ്യൂട്ടേഷൻ, DNA ഡാമേജ് ആൻഡ് റിപ്പയർ ആണ്. അതുപോലെ തന്നെ ജെനറ്റിക് കോഡ്, ജീൻ എക്സ്പ്രഷൻ, ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ പ്രോട്ടീൻ സിന്തസിസ്, ജീൻ റെഗുലേഷൻ ഇൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്, ട്രാൻസ്ലേഷൻ വരുമ്പോൾ പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷനും അതുപോലെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷനും ഈ പറയുന്ന ജെനറ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ജീൻ സിന്തസിസ് ആണ്. കൊറാന ആൻഡ് കോൺബർഗ് സിന്തസിസ് ഓഫ് ജീൻ. പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം, ജെനറ്റിക് ഡ്രിഫ്റ്റ്, ജെനറ്റിക് ലോഡ്, കോൺസാഗ്വിറ്റി ആൻഡ് ജെനറ്റിക് എഫക്റ്റ് വരുന്ന ഒരു പാർട്ടാണ്. ഇനി ഹ്യൂമൻ ജെനറ്റിക്സിൽ ബ്ലഡ് ഗ്രൂപ്പ്, ABO ബ്ലഡ് ഗ്രൂപ്പ്, RH in blood group, MN blood group, human karyotype and different syndromes. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ വേരിയേഷൻ അല്ലെങ്കിൽ അബറേഷൻ ഓഫ് ക്രോമോസോം നമ്പർ ആൻഡ് സ്ട്രക്ചർ ഓൾറെഡി പറഞ്ഞു. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ സിൻഡ്രോംസ് കോസ്ഡ് ബൈ ക്രോമോസോമൽ അബറേഷൻ, അത് ഹ്യൂമൻ ജെനറ്റിക്സിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ജെനറ്റിക് കൗൺസിലിംഗ്, പെഡിഗ്രി അനാലിസിസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബ്രീഫ് അക്കൗണ്ട് ഓൺ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, വെറുതെ വാട്ട് ഇസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, അതിന്റെ എയിം എന്തായിരുന്നു, അതിന്റെ കൺക്ലൂഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബ്രീഫ് ആയിട്ട് മതി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനോടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 ആദ്യത്തെ യൂണിറ്റ് പ്ലാന്റ് ഫിസിയോളജി ആണ്. പ്ലാന്റ് ഫിസിയോളജിയിൽ വാട്ടർ റിലേഷൻ ടു പ്ലാന്റ്സ്, അതിൽ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ ഓഫ് വാട്ടർ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാട്ടർ ട്രാൻസ്പോർട്ട്, മിനറൽ ന്യൂട്രീഷൻ, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. അപ്പൊ ഇത് പ്രീവിയസ് എക്സാംസിലൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം അത് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടിട്ട് നമുക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷെ വേരിയസ് മിനറൽസ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നൈട്രജൻ മെറ്റബോളിസം ഇൻ പ്ലാന്റ്സ്, അതായത് നൈട്രജനേസ് എൻസൈംസിനൊക്കെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫോട്ടോസിന്തസിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. C3, C4 ആൻഡ് CAM സൈക്കിൾ, അതുപോലെ തന്നെ ഫോട്ടോ റെസ്പിറേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. റെസ്പിറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. എസെന്റ് ഓഫ് സാപ്പിൽ സോഴ്സ് ആൻഡ് സിങ്ക് റിലേഷൻഷിപ്പ്. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതിൽ
റോൾ ഓഫ് ഫൈറ്റോ ഹോർമോൺസ്, എല്ലാ ഫൈറ്റോ ഹോർമോൺസും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രിക്കസർ മോളിക്യൂൾസ് ഏതാണ്, അതിന്റെ ഫംഗ്ഷൻ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് നോട്ട് ചെയ്യണം. പിന്നെ ഉള്ളത് ഫോട്ടോ പീരിയോഡിസം ആണ്, പിന്നെ വെർണലൈസേഷൻ ആൻഡ് ഫ്ലോറൽ ഡെവലപ്മെന്റ്, ഫ്ലോറിജൻസ്. പിന്നെ ഉള്ളത് സ്ട്രെസ് ഫിസിയോളജി ആണ്. അതിൽ വാട്ടർ സ്ട്രെസ്, സോൾട്ട് സ്ട്രെസ്, ഡ്രൗട്ട് സ്ട്രെസ്, ഹീറ്റ് സ്ട്രെസ്, കോൾഡ് സ്ട്രെസ്, അതുപോലെ തന്നെ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ആൻഡ് പ്ലാന്റ് അഡാപ്റ്റേഷൻ ഫോർ സ്ട്രെസ് ഇമ്പോർട്ടന്റ് ആണ്. സീഡ് ജെർമിനേഷനിൽ ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. ഇനി ബയോകെമിസ്ട്രി എടുത്താൽ കാർബോഹൈഡ്രേറ്റ് അതിന്റെ ഫംഗ്ഷൻ, സ്ട്രക്ചർ, മെറ്റബോളിസം ആൻഡ് ഇന്റർ കൺവേർഷൻ. ലിപ്പിഡ്സ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രക്ചർ, ഫംഗ്ഷൻ, മെറ്റബോളിസം, ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, ആൽഫ ആൻഡ് ബീറ്റ, ഓക്സിഡേഷൻ. അമിനോ ആസിഡ് ആൻഡ് പ്രോട്ടീന്റെ സ്ട്രക്ചർ, properties, classification of amino acids and proteins, amino acid metabolism, Ramachandran plot, verification of protein. Enzymes ആണ് comparatively biochemistry portionൽ കാർബോഹൈഡ്രേറ്റ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ. അതിൽ മേജർ ഗ്രൂപ്പ്സ് ഓഫ് എൻസൈംസ്, അത് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്, എൻസൈം ആക്ടിവിറ്റി, എൻസൈം കൈനറ്റിക്സ്, പിന്നെ എൻസൈം അസേ, regulation of enzymes, allosteric enzymes, isozymes, ribozymes and coenzymes are important. ഇനി അടുത്തത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കൂടുതലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതായത് ഓരോ വൈറ്റമിൻസും അതിന്റെ സയന്റിഫിക് നെയിമും കൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. The sources of vitamin, function of each vitamin and certain vitamins as coenzyme is also considered as important. അടുത്തത് ബയോഫിസിക്സ് ആണ്. ബയോഫിസിക്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് pH ആൻഡ് ബഫേഴ്സ് ആണ്. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പി ഓൾറെഡി നമ്മൾ മൈക്രോ ടെക്നിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പി ആണ് ഇവിടെ വരുന്നത്. ബ്രൈറ്റ് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, പിന്നെ ഫോട്ടോമെട്രി ആൻഡ് കളറിമെട്രി. ഇനി ക്രൊമാറ്റോഗ്രാമിൽ ക്രൊമാറ്റോഗ്രഫി ആണ്. അതിൽ ജെൽ ഫിൽട്രേഷൻ, അയോൺ എക്സ്ചേഞ്ച്, അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, HPLC, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, HPTLC, GCMS അനാലിസിസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ക്രൊമാറ്റോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് ഇവരുടെ പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിളും പിന്നെ ബാക്കി ടെക്നിക്സ് ഒക്കെ ഗ്രാജുവലി പഠിച്ചാൽ മതി. ബേസിക് ആയിട്ട് അറിയേണ്ടത് അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോഫോറസിസ്. ഈ കാണുന്ന ബയോഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലാത്തിന്റെയും പ്രിൻസിപ്പിൾ അറിഞ്ഞിരുന്നാൽ മതി. ഇലക്ട്രോഫോറസിസിൽ അഗാരോ ജെൽ ഇലക്ട്രോഫോറസിസ്, പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, SDS പേജ്, ഐസോ ഇലക്ട്രിക് ഫോക്കസിംഗ്, എലൈസ. സെൻട്രിഫ്യൂഗേഷനിൽ ഡെൻസിറ്റി ഗ്രേഡിയന്റ് ആൻഡ് അൾട്രാ സെൻട്രിഫ്യൂജ് ആണ് ഈ പറയുന്ന സിലബസിൽ തന്നിട്ടുള്ളത്. ബയോഫിസിക്കൽ മെത്തേഡ് ഫോർ അനാലിസിസ് ഓഫ് ബയോപോളിമർ, എക്സ്റേ ഡിഫ്രാക്ഷൻ, DNA അനാലിസിസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്ലൂറസെന്റ് മെത്തേഡ് ഉണ്ട്. പിന്നെ NMR സ്പെക്ട്രോസ്കോപ്പി, UV വിസിബിൾ ആൻഡ് ESR സ്പെക്ട്രോസ്കോപ്പി, ORD ആൻഡ് CD, atomic absorption, plasma emission spectroscopy, radiation dosimetry, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്, ഓട്ടോ റേഡിയോഗ്രഫി. ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പും ഓട്ടോ റേഡിയോഗ്രഫിയും നമ്മൾ ഓൾറെഡി സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഷെർവോക്ക് റേഡിയേഷൻ, ലിക്വിഡ് സ്കിൻറ്റിലേഷൻ ടെക്നിക്. ഇനി ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അടുത്ത യൂണിറ്റ്. സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് എറേഴ്സ്, പിന്നെ പ്രോസസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ടേബിൾസ് ആൻഡ് ഗ്രാഫ്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അത് ഇമ്പോർട്ടന്റ് ആണ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്. പിന്നെ മെഷർ ഓഫ് ഡിസ്പെർഷനിൽ റേഞ്ച്, ക്വാഡ്രറ്റൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. പ്രോബബിലിറ്റി ആണ് അടുത്തത്. ബേസിക് കോൺസെപ്റ്റ്, തിയറംസ്. പിന്നെ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ റാൻഡമൈസ്ഡ്, ബ്ലോക്ക് ആൻഡ് ലാറ്റിൻ സ്ക്വയർ. പിന്നെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ് ആൻഡ് അനോവ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. മോഡ്യൂൾ 6 ആണ് അടുത്തത്. മോഡ്യൂൾ 6 കുറച്ചും കൂടി അപ്ലൈഡ് ബോട്ടണിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ യൂണിറ്റ് ബയോടെക്നോളജി ആണ്. ഇവിടെ വരുമ്പോൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റീജനറേഷൻ, സൊമാറ്റിക് സെൽ ജെനറ്റിക്സ്, പിന്നെ സൊമാറ്റിക് വേരിയേഷൻ, പിന്നെ സൊമാറ്റിക് എംബ്രിയോജനസിസിൽ ആർട്ടിഫിഷ്യൽ സീഡ്, പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ ആസ് വെൽ ആസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഹാപ്ലോയിഡ് പ്ലാന്റ് പ്രൊഡക്ഷനിൽ ആന്തർ ആൻഡ് ഓവ്യൂൾ കൾച്ചർ ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ വരെ നമുക്ക് ടിഷ്യൂ കൾച്ചർ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും.
അടുത്തത് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷനിൽ സെൽ ഇമ്മൊബിലൈസേഷൻ, ബയോറിയാക്ടർ ടെക്നോളജി, ഇൻവിട്രോ സ്ട്രാറ്റജീസ് ഫോർ ജേം പ്ലാസം കൺസർവേഷൻ, അതും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് അപ്ലൈഡ് കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് വരുന്നത്. ഐസൊലേഷൻ ഓഫ് ജീനോമിക് ആൻഡ് ഓർഗനലാർ DNA, മെത്തേഡ് ഓഫ് ജീൻ ഐഡന്റിഫിക്കേഷൻ, അതിൽ വെക്ടർ മീഡിയേറ്റഡ് ജീൻ ഐഡന്റിഫിക്കേഷൻ, വെക്ടർലെസ് PCR ജീൻ ഐഡന്റിഫിക്കേഷൻ, ജീനോമിക് ആൻഡ് cDNA ലൈബ്രറീസ്, ഈ കാര്യങ്ങളൊക്കെ ഈസിയാണ്. പിന്നെ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രാൻസ്പോസർ ആസ് വെക്ടർ ആൻഡ് ജീൻ സൈലൻസിങ്, DNA മാർക്കേഴ്സ് ആയ RFLP റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, RAPD റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA, AFLP എന്ന് പറഞ്ഞാൽ ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആൻഡ് ആന്റിസെൻസ് RNA, ഇതൊക്കെ DNA മാർക്കർ ബേസ്ഡ് ടെക്നിക്കാണ്. ബ്ലോട്ടിംഗ് ടെക്നിക്കിൽ നോർത്തേൺ, സദേൺ ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണ് പറയുന്നത്. നമുക്ക് ഡോട്ട് ബ്ലോട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ട്രാൻസ്ജനിക് ബയോളജിയിൽ ജീൻ ക്ലോണിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക് ഇൻ പ്ലാന്റ് ജീൻസ് ആൻഡ് ജനറ്റിക് ടാർഗറ്റിംഗ് ആൻഡ് സീക്വൻസ് ടാഗ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആൻഡ് ഫുഡ്, സോഷ്യൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ, IPR ഇഷ്യൂ, പേറ്റന്റ് ആൻഡ് ബയോ പ്രൈവസി, ഈ പറയുന്ന മോഡ്യൂൾ 6 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 6ന്റെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ബയോ ഇൻഫോർമാറ്റിക്സ് ആണ്. ബയോ ഇൻഫോർമാറ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിഫറെന്റ് ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റാബേസ് കോൺസെപ്റ്റ്, ടൂൾസ് ഫോർ സെർച്ചിങ് ആൻഡ് ഹോമോളജി സെർച്ചിങ്, application of database in biology, sequence database, sequence comparison, structural database, proteomics and genomics. അത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, എലമെന്ററി ഇൻഫോർമേഷൻ മതി എന്നാണ് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. മേജർ ബയോ ഇൻഫോർമാറ്റിക് റിസോഴ്സസ്, അതായത് നമ്മുടെ NCBI, EBI, EMBL, GenBank, DDBJ, SwissProt, PDB, അപ്പൊ വേരിയസ് ഡാറ്റാബേസസ് ആണ്. ഇനി ടൂൾ ഫോർ ബയോ ഇൻഫോർമാറ്റിക്സ് ആണ് നമ്മുടെ ബ്ലാസ്റ്റ്, ക്ലസ്റ്റാൾ-X, ക്ലസ്റ്റാൾ-W, ഫൈലിപ്, ജിൻസ്കാൻ. ഇതല്ലാതെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പുതിയ സോഫ്റ്റ്വെയർസും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത് നല്ലതാണ്. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബയോ ഇൻഫോർമാറ്റിക്സ് ഇസ് ബേസിക്കലി ആൻ ഇമ്പോർട്ടന്റ് ഏരിയ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻ ട്രാൻസ്ക്രിപ്റ്റോമിക്സ്, മെറ്റാബോളോമിക്സ് ആൻഡ് ഫാർമക്കോജീനോമിക്സ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നമ്മുടെ കുഞ്ഞു ക്ലാസ് ആയ 9, 10 അവിടെയൊക്കെ പഠിക്കുന്ന +1, +2 പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബയോളജി, കമ്പ്യൂട്ടർ പാക്കേജസ് ഫോർ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി, ജസ്റ്റ് ഓവറോൾ ഐഡിയ മതി, ഇൻ ഡെപ്ത് ആയിട്ടൊന്നും അറിയണ്ട. ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ഓൺലൈൻ ബയോളജി റിസോഴ്സസ്, പബ്ലിക് ലൈബ്രറി, നമ്മുടെ ഇൻഫ്ലിബ്നെറ്റ് ഒക്കെ പോലത്തെ പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ്, ഓൺലൈൻ പബ്ലിക്കേഷൻ, ജേർണൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇലക്ട്രോണിക് ജേർണൽസ് ആൻഡ് ബുക്സ്. നമ്മുടെ ബോട്ടണി പാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് മോഡ്യൂൾ ആണ് മോഡ്യൂൾ 7, റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ബോട്ടണി. അതായത് ബോട്ടണിയിൽ വരുന്ന റീസെന്റ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറി ആണ് ഈ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഏതാണ് ബോട്ടണിയിൽ നടന്ന റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. എന്തായാലും നമ്മൾ ജനറൽ പാർട്ടിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന റീസെന്റ് ഡെവലപ്മെന്റ് ആയിട്ട് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഏതെങ്കിലും പുതിയ പ്ലാന്റിനെ ഡിസ്കവർ ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ എന്താ പറയാ നൊബേൽ പ്രൈസ് കൊടുത്ത കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ജനറൽ പാർട്ടാണ്. ജനറൽ പാർട്ടിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 10 മാർക്കാണ്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ പ്രോഗ്രാമിന് 10 മാർക്ക്. ജനറൽ നോളജ്, കറണ്ട് അഫയർ ആൻഡ് റിനൈസൻസ് ഓഫ് കേരള 10 മാർക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ പാർട്ട് എന്ന് പറയുന്നത്. 30 മാർക്കാണ് ഓൾ ടുഗെദർ വരുന്നത്. നമുക്ക് എന്തായാലും ബോട്ടണി പാർട്ട് പഠിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഒരു 70 മാർക്കിലെ ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 50 എബവ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നമുക്ക് പതുക്കെ ജനറൽ പാർട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഫോർ ദ സേഫർ സൈഡ് ജനറൽ പാർട്ടും കൂടെ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ അതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ HSST ബോട്ടണി സിലബസിന്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ. HSST എക്സാം എന്ന് പറയുന്നത് 2022 അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ HSST എക്സാം. നമ്മുടെ ടോസ് അക്കാഡമിയിൽ
പ്രീവിയസ് HSST എക്സാം കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിന്നേഴ്സ് ഉണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിലും അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലും ധാരാളം നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി നമ്മുടെ അടുത്ത HSST ബാച്ചിന്റെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആൻഡ് HSST ബോട്ടണി അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും ടോസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോച്ചിങ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നാണെങ്കിൽ ടോസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആയിരിക്കും HSST ബോട്ടണി എന്നുള്ളത്. കാരണം ഒരുപാട് പേര് കഴിഞ്ഞ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 അറ്റൻഡ് ചെയ്തവരും അതിൽ ക്വാളിഫൈ ആകാത്തവരും പിന്നെ ഈ ഒരു 2022 ശേഷം സെറ്റ് ക്വാളിഫൈ ആയവരും ഒരുപാട് പേര് ഈ HSST എക്സാം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടിട്ട് ഒരു വെൽ സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ എന്തായാലും കമ്പൽസറി ആയിട്ട് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് മെയിൻ ലിസ്റ്റിൽ പേര് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല കോൺസെൻട്രേഷനോടുകൂടി തന്നെ എത്രയും വേഗം തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HSST ബോട്ടണി അതുപോലെ തന്നെ HSSTയുടെ മറ്റ് സബ്ജക്റ്റിന്റെ കോച്ചിങ് ടോസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നാണെങ്കിൽ ടോസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.